സ്ത്രീധനം കൊടുക്കാനും വാങ്ങാനും പാടില്ല. പക്ഷേ നമ്മൾ ഈ വ്യവസ്ഥയിൽ കണ്ടുവരുന്ന കാര്യം, ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ കുറച്ച് ആക്രി ഉണ്ട്. ആക്രി പഴയ വസ്തു ഉണ്ട്, നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കാശ് കിട്ടും. പക്ഷെ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന എൻ്റെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഒരു കസിനെ ആയിരിക്കാം, ഞാൻ വിവാഹം കഴിപ്പിച്ച് കഴിയുമ്പോൾ അവർക്ക് ഞാൻ പൈസ കൊടുക്കും. അത് 10 ലക്ഷമാവാം, 50 ലക്ഷമാവാം, 2 കോടിയാവാം. പക്ഷെ കേരള ജനത ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യുമ്പോൾ അവർ സംസാരിക്കുന്നത് എൻ്റെ വീട്ടിലെ പെൺകുട്ടീനെ ഞാൻ 2 കോടി കൊടുത്ത് കല്യാണം ചെയ്തു, അവൻ്റെ വീട്ടിൽ 10 ലക്ഷം കൊടുക്കും. സോ ആ മൂല്യം, അതായത് പൈസയാണോ ഒരു സ്ത്രീക്ക് മൂല്യം നൽകുന്ന ഒരു വസ്തു? ചില സ്ത്രീകൾ സ്ഥിതികാര്യം കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ ആഭരണമുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ പൈസയോടുകൂടി വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോഴാണ് എനിക്ക് വില ഉണ്ടാവുന്നത്. സോ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഒരുങ്ങി ചെന്ന് കയറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ അത് വളരെ കുറച്ച് വ്യത്യസ്തമായി ചിന്തിക്കുന്നവരുണ്ട്. അപ്പോ ഈ ഡൗറി എന്ന സാധനം തെറ്റാണെന്ന് എനിക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതിന് ശിക്ഷയുണ്ട്. പക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ ഭൂരിഭാഗവും ആവശ്യമുള്ളതാണ് ആരും ശിക്ഷിക്കപ്പെട്ട് നടക്കില്ല. കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ക്രിമിനൽ ഓഫൻസ് നടക്കാൻ മാത്രമേ ശിക്ഷിക്കപ്പെട്ട് നടക്കുള്ളൂ. അതിനർത്ഥം ഡൗറി എന്ന ക്രിമിനൽ ആ കുറ്റം നമ്മുടെ കൾച്ചറിലേക്ക് ലയിച്ചു ചേർന്നതാണ്. സോ നമ്മുടെ കൾച്ചറിനെ മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൾച്ചറിൽ ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്ത്രീക്ക് എംപവർമെന്റ് കിട്ടുന്നതിന് ഒരു തടസ്സമായിട്ട് പറയുന്നത് സൊസൈറ്റിയുടെ ഒരു ഇൻവോൾവ്മെന്റ് ആണ്. പുരുഷാധിപത്യം. ഇതാണ് ഞാൻ പറഞ്ഞില്ല, വീട്ടിലായാലും അപ്പൻ പറയും അമ്മ ചായ കൊണ്ടുവരും, അപ്പന്റെ പാത്രം കഴിക്കുന്ന അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമാണ്, അപ്പ കഴിച്ചിട്ട് ബാക്കി എടുക്കുന്നതാണ് അമ്മയ്ക്ക് ഇഷ്ടം. ഓക്കെ, പക്ഷേ ഇതിനെ അനുകൂലിക്കുന്ന ഇതിനെ അനുകൂലിക്കുന്ന, ഇത് സ്നേഹത്തോടെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ സമൂഹം കൂടി ഓപ്പോസിറ്റ് ഉണ്ട്. അവരുടെ കൂടി ഈ എംപവർമെന്റിന് തടസ്സം നിൽക്കുന്നതല്ലേ നിങ്ങളുടെ ശാക്തീകരണം പൂർണ്ണമായി തോന്നിക്കേണ്ട ഉള്ള ബുദ്ധിമുട്ട്? അവൾക്ക്
സംസാരിക്കണം. ഞാൻ പുറത്ത് മീറ്റിങ്ങുകൾ അവതരിപ്പിക്കാനും സംസാരിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഹസ്ബൻഡിനെ ഒരു
ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ തിരിയേണ്ടത് വിശ്വാസങ്ങളായ സയൻസിസ്റ്റ് ഉണ്ടായിരുന്നു. ഗലീലിയോ പോലെ അവർ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഫിലോസഫേഴ്സ് പറയുന്ന ഡീഇഥിഫിക്കേഷന്റെ ആശയങ്ങളെ പോലും ആയിട്ടുള്ള ഓറിയന്റേഷൻ നാട്ടിൽ ചില ആമുഖങ്ങളിൽ അത്തരത്തിലുള്ള ആളുകൾ പറയാൻ അതിലേക്ക് ഒരു സമാധാന സാക്ഷ്യം അതുകൊണ്ട് കേരളത്തിൽ സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു വിത്ത് അല്ലെങ്കിൽ വിത്ത് വിശ്വാസത്തിന് ഭൂമിയെ ഇവിടുന്ന് മാത്രം വിശ്വസിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടുന്ന് മാത്രമേ യാഥാർത്ഥ്യമുള്ളൂ പറയുന്നത് ശരിയല്ല. അച്ഛൻ ഇൻട്രൊഡ്യൂസ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഇൻഫിനിറ്റി ഇല്ലാതെ മാത്തമാറ്റിക്സോ ഫിസിക്സോ കമ്പ്യൂട്ടറോ ഒന്നുമില്ലാതെ അപ്പൊ ഇത്തരത്തിലുള്ള ഒരു റഷൻ ഓഫ് നമ്മുടെ വിശ്വാസമല്ല നമ്മുടെ സഹായിക്കും. രണ്ട് വഴികൾ അല്ലെങ്കിൽ ഒരു പോയിന്റായിട്ട് അത് പരസ്പരം ദൂരങ്ങളാണ്, കോംപ്ലിമെന്ററിയാണ്. അതുപോലെയാണ് അത് ചില ദിശാബോധം യാഥാർത്ഥ്യത്തെ അതിൻ്റെ ഒരു വലിയൊരു പങ്കും ഗ്രഹിക്കുന്നതിന് സഹായിക്കും. അതുകൊണ്ട് ഞാൻ പറയും ഇവിടെയാണ് ഫ്രാൻസിസ് ഒരു മാർഗദർശനം. How is this being reinforced by faith? And faith is being reinforced by reason. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രാക്ടിക്കലായിട്ടുള്ള സമീപനം ഭൂരികരണശീലത്തിലേക്ക് മാത്രമേ സംഭാവനമാകൂ. ആ അത്തരത്തിലുള്ള സംഭാവനത്തിന് ഇന്റർഡിസിപ്ലിനറി മേഖലയിലുള്ള ആവശ്യമായിട്ടുള്ള അവയർനെസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ഡിസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇന്ത്യയുടെ പറയാം ക്രിസ്ത്യൻ ഇവിടെ നമ്മൾ സ്വീകരിക്കുന്ന രൂപപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഈ സംഭവം വൈകാരിക വയസ്സിൽ തമ്മിലുള്ള ഒരു പ്രതിരോധവും പ്രതിപ്രവർത്തനവും അതാണ് ചോദ്യത്തിനോടുള്ള ഫ്രാൻസിസ് ഒരു കാര്യം പറയാനുണ്ട്. ഒന്ന് ഷംസീർ പറഞ്ഞതുകൊണ്ടാണ് ഇതൊരു വിവാദമായിരുന്നു. അത് വളരെ മോഡലായിട്ട് ഇത് വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. അതിന് സെലിബ്രിറ്റി പറഞ്ഞാൽ ഇതൊരു വിവാദമായിരുന്നു. അതിന് കാരണം ഈ ജോർജ് ജോസഫ്, ബാരിസ്റ്റർ ജോർജ് ജോസഫ്, അദ്ദേഹം മൈക്കിൾസിന്റെ പറയുന്നത് ഗാന്ധിജി അദ്ദേഹത്തിന് മാറ്റി കേരളത്തിനെയാക്കാൻ കാരണം ബാരിസ്റ്റർ ജോർജ് ജോസഫ് ആണെങ്കിൽ അതിനൊരു വർഗീയ കലാപമാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ടെന്ന് ഗാന്ധിജി കണ്ടതുകൊണ്ടാണ്. ഈ പ്രോഡക്ട്സ് പൊളിറ്റീഷ്യൻസ് സാംസ്കാരിക നായകന്മാരും എടുക്കണം എന്നതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, എന്റെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിരുന്നു every ethics and Puranas are dreams. അതായത് സയൻസ് ഫിക്ഷനിലുള്ള കാര്യങ്ങളാണ് പിന്നീട് ആക്ച്വലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇതിനെ മനുഷ്യന്റെ സ്വപ്നങ്ങളായിട്ടുള്ളൂ. ആ സ്വപ്നങ്ങൾക്ക് ഒരു സാധ്യതയിലാണ് ഇതിനെ റിയലൈസേഷനിലേക്ക് വരുന്നതായിട്ട് കാണണം എന്നുള്ളതാണ് ഇതിന്റെ രണ്ടാമത്തെ കാര്യം. റോബോട്ട്സും വിമാനവും ഒക്കെ ആദ്യം വരുന്നത് ഫിക്ഷൻസ് ആയിട്ടാണ്. അതാണ് പിന്നീട് റിയലൈസ് ചെയ്ത് വരുന്നത്. പിന്നെ മിത്തുകളെ ക്രിയേറ്റ് ചെയ്യുന്നു.
ആദ്യത്തെ പടിയുന്ന സിംബോളിക് ലാംഗ്വേജ് ഒരു പോത്തിന്റെ പടം വരയ്ക്കുന്നു. പറയാണ് പോത്ത് തിന്നാനുള്ളതല്ല, കോണ്ടംപ്ലേറ്റ് ചെയ്യാനുള്ളതാണ് മനുഷ്യന് മനസ്സിലാവുന്നത് ഈ പോത്തിന്റെ ഒരു പ്രവർത്തനമാണ്. ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള അവയവസാണ് ഇതൊരു തത്വത്തിലേക്ക് പോകുന്നത്. പിണറായി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പിൻവാതിൽ നിയമങ്ങളും അതേ തുടർന്ന് ഇപ്പം പാർട്ടി ഭരിക്കുന്നു. ഏത് ലോക്കൽ നേതാവും ഞാൻ പോയി അധികാരം പോലീസ് സ്റ്റേഷനിൽ എവിടെ അധികാരത്തിന്റെ ദുർവിനിയോഗം നടത്തുന്നു, കൂടാതെ SFI ഡിപ്പാർട്ട്മെന്റ് പണ്ട് പാർട്ടി നേതൃത്വത്തിലുണ്ടായിരുന്നവരൊക്കെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ തപ്പിപ്പോകുമ്പോൾ അതിനെ കെട്ടിച്ചമച്ച് നമുക്ക് അറിയപ്പെടുന്നു. അപ്പൊ ഇതും പിന്നെ നമുക്കറിയാം SFI നേതാവിന്റെ പഠിപ്പിനുള്ള യോഗ്യത നോക്കിയപ്പോൾ അതനുസരിച്ച് മാതൃഭൂമിക്കാരെ അവര് ലാസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ എല്ലാ ഒരു കാര്യങ്ങൾ കൂട്ടി വരയ്ക്കുമ്പോൾ നവോത്ഥാനം എവിടെയാണെന്ന് അല്ലെങ്കിൽ പാർട്ടിയുടെ ബേസിൽ സാറിന്റെ അഭിപ്രായം? അങ്ങനെ പറയാൻ തന്നെ അതിന് കേരള നവോത്ഥാനത്തിന്റെ അതായത് ഞാൻ എനിക്ക് ഒരു പ്രഭാഷണത്തിൽ ഞാൻ ചോദിച്ച കാര്യമാണ്. ഒരിക്കലും മൈത്രേയൻ എന്ന് പറയുന്ന ഒരാളുടെ പ്രഭാഷണം കേൾക്കുന്നതാണ്. ആ പ്രഭാഷണത്തിനെയാണ് സ്വന്തമായിട്ട് ഒരുമിച്ച് ചേരാൻ തോന്നിക്കഴിഞ്ഞാൽ പുരോഗമിച്ച രാഷ്ട്രങ്ങളിലൊക്കെ അവർ ഒരുമിച്ച് പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിച്ചത്. അപ്പൊ എന്റെ മറുപടി പുരോഗമിച്ച രാജ്യങ്ങളിൽ വരാനുള്ള പൈസ ഇത് നീറ്റാൻ വെച്ചിട്ട് അവരുടെ നിയോഗിക്കുന്നതാണ്. മനസ്സിലായില്ല, അവരുടെ അവകാശങ്ങളോടൊപ്പം തന്നെ അവരുടെ കടമകൾ ബോധ്യമുണ്ട്. അപ്പൊ കേരളത്തില് ഈ പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രശ്നത്താണ് മുമ്പൊരു ക്ലാസ്സിലായിരുന്നു നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് അവകാശം കൂടാതെയുള്ള കടമ അതിരുന്നതാണ്, കടമ കൂടാതെയുള്ള അവകാശം കേരളത്തില് അതെല്ലാം മാനസികമായിട്ടാണ് അതിന്റെ പ്രധാനമന്ത്രി അവർ ചെയ്യുന്ന പണി. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, അധികാരം കടമകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു വിദ്യാർത്ഥി സമൂഹം കടമകളെ കുറിച്ച് വളരെ വളരെ പിന്നിലാണ്, അവകാശത്തെ കുറിച്ച് വളരെ വളരെ മുമ്പിലാണ്. അപ്പൊ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാല് നേരിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു കുട്ടി PG ലെവലിൽ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പൊതുവിദ്യാഭ്യാസം തകർന്നുണ്ട്. അതിന്റെ ഒരു എഫക്ട് നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അതാണ് കലാലയങ്ങളിൽ സംഭവിച്ചത്. അവർക്ക് എന്തിനില്ല ഒരു ഭരണഘടനയെ അനുസരിക്കില്ല, ഇവിടെ അവരെ അവരുടെ ഒരു സംഘശക്തി കൊണ്ട് അവരുടെ ഇത് നടത്തുകയാണ്. അങ്ങനെ വർഷങ്ങളായിട്ട് സംഭവിച്ചു. ഒരു ഒതന്റിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കലാലയങ്ങളിൽ നിന്ന് നാമനിർദ്ദേശമായി അതായിരുന്നു